ഓം ഗുരുഭ്യോ നമഃ. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും അംബികാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. 2019 മേടരവി വിഷു സംക്രമം സർവചരാചരങ്ങളിലും സർവ്വജീവജാലങ്ങളിലും പ്രകടമായ മാറ്റം വരുത്തുന്നുണ്ട്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് 2019 മേട രവി വിഷു സംക്രമം അവരുടെ ഉദ്യോഗപരമായിട്ടുള്ള വിഷയങ്ങളിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളിലും വിദ്യാഭ്യാസപരമായിട്ടുള്ളതും വിവാഹം ആദി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം ഉത്രാട നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രാട നക്ഷത്രക്കാർ ധനുരാശിയിലും മകരരാശിയിലും ഉൾപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരാണ്. അവരെ സംബന്ധിച്ച് മേടരവി വിഷു സംക്രമം ഏറ്റവും ഗുണകരമാണ്. അഭീഷ്ടസിദ്ധി, വിശേഷ വസ്ത്ര ആഭരണാദി ലാഭവും വാഹനാദി ഗുണവും ഗൃഹലാഭവും മനസ്സുഖവും കിട്ടുന്നൊരു കാലഘട്ടമായിരിക്കും. ഉത്രാട നക്ഷത്രത്തിൽ ധനുക്കൂറുകാർക്ക് 7.5 ആണ്ട് ശനി കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ച് കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ദൈവാധീനം കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമാണ്. പ്രമോഷനുകളോ മേലധികാരികളുടെ പ്രീതിയോ അവർക്ക് കിട്ടുന്നതായിരിക്കും. ധനപരമായിട്ട് ബിസിനസ് സംബന്ധമായി ധനം ചിലവാക്കാൻ ശ്രമിക്കുന്ന ബിസിനസ്സുകാർക്ക് ഈ വർഷം അനുകൂലമാണ്. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ചതിന് ശേഷം പുതിയ തൊഴിൽ സംരംഭങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. വിവാഹാദി കാര്യങ്ങൾ ചിന്തിക്കുന്ന യുവതീ യുവാക്കൾക്ക് ഈ വർഷം എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ വർഷത്തിൽ ഏറ്റവും ഗുണകരമാണ്. വാഹന സംബന്ധമായി ഗൃഹസംബന്ധമായി വാങ്ങുകയോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ആരോഗ്യപരമായിട്ട് 7.5 ആണ്ട് ശനിക്കാർക്ക്, അതായത് ധനുരാശിക്കാർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ വർഷം അനുകൂലമായൊരു അവസ്ഥ വന്നെത്തുന്നതാണ്. കൂടുതൽ ഗുണങ്ങൾക്കായി ക്ഷേത്രപൂജാദി കാര്യങ്ങളിൽ പങ്കെടുക്കുകയും കുടുംബപര ദേവതാ പ്രീതി നടത്തുകയും ശിവക്ഷേത്ര പ്രീതികരങ്ങളായ പൂജാദി കാര്യങ്ങൾ ചെയ്യുകയും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി പരിഹാരം തേടുകയും സർപ്പപ്രീതി നടത്തുകയും ചെയ്യുക. ഈ വർഷം എല്ലാ രീതിയിലും വിജയമുള്ളൊരു വർഷമായിരിക്കും.